എൻ്റെ താലി പാർട്ട് 15. കഥ അവതരണം തുമ്പി. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആശുപത്രി ഇടനാഴിയിൽ നിശബ്ദത തളം കെട്ടി നിന്നു. ആദിയുടെ രക്തം പരിശോധിക്കാനായി ഡോക്ടർ അവനെ ഉള്ളിലേക്ക് വിളിച്ചു. സുധി ഒരു ഭ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ ബ്ലഡ് അവന് ചേരുന്നില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സുധി പല്ലു കടിച്ചുകൊണ്ട് ചോദിച്ചു. രേഖ പരിഹാസത്തോടെ രേണുവിനെ നോക്കി. എന്നിട്ട് രേണുവിനോട് പറഞ്ഞു, ചേച്ചി, അപ്പോൾ പണ്ട് മുതലേ നീ ആദിയുമായി ബന്ധം? രേഖയുടെ വാക്കുകൾ പൂർത്തിയാക്കാൻ രേണു സമ്മതിച്ചില്ല. അതിനു മുമ്പ് തന്നെ രേണുവിൻ്റെ കൈകൾ രേഖയുടെ കരണത്ത് ആഞ്ഞടിച്ചു. മിണ്ടിപ്പോകരുത്. നിന്റെ ആ അശുദ്ധമായ നാവുകൊണ്ട് എൻ്റെ പരിശുദ്ധമായ സ്നേഹത്തെ അളക്കാൻ വരണ്ട. നീ ചെയ്ത പാവങ്ങൾക്ക് കാലം കരുതി വെച്ച ശിക്ഷയാണിത്. അല്പസമയത്തിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആശ്വാസഭാവമായിരുന്നു. അത്ഭുതം തന്നെ, ആദിയുടെ ബ്ലഡ് ഗ്രൂപ്പ് കുഞ്ഞിന് കൃത്യമായി മാച്ചാകുന്നു. ഒട്ടും വൈകിക്കണ്ട, നമുക്ക് ഉടനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തുടങ്ങാം. സുധി തകർന്നു പോയി. അപ്പോൾ അവൻ എൻ്റെ മകനല്ലേ ഡോക്ടർ? ഇവനാണോ അവൻ്റെ അച്ഛൻ? സുധി ആദിയെ ചൂണ്ടി ആക്രോശിച്ചു. ഡോക്ടർ സുധിയെ ഒന്ന് രൂക്ഷമായി നോക്കി. രക്തം മാച്ചാകുന്നത് കൊണ്ട് മാത്രം ഒരാൾ അച്ഛനാകണമെന്നില്ല. പക്ഷേ ചിലപ്പോൾ അപൂർവമായ ജനിതക കാരണങ്ങളാലോ അല്ലെങ്കിൽ രക്തഗ്രൂപ്പിലെ സങ്കീർണതകൾ കൊണ്ടോ അച്ഛൻ്റെ രക്തം മകന് സ്വീകരിക്കാൻ കഴിയാതെ വരാം. എന്നാൽ ഇവിടെ ആദിയുടെ ജീവൻ പോലും നൽകാൻ ആദി തയ്യാറായിട്ടാണ് വന്നത്. ആദിയുടെ രക്തം കുഞ്ഞിന് ജീവൻ നൽകാൻ പോകുന്നു എന്നത് സത്യമാണ്. ICUവിനുള്ളിൽ ആദി കിടന്നു. അവൻ്റെ ശരീരത്തിൽ നിന്നും രക്തം രേണുവിൻ്റെ മകൻ്റെ ശരീരത്തിലേക്ക് ഒഴുകാൻ തുടങ്ങി. പുറത്തു നിൽക്കുന്ന രേണുവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ അത് സങ്കടത്തിൻ്റേതല്ല, മറിച്ച് ഒരു വലിയ തിരിച്ചറിവിൻ്റെയും ആശ്വാസത്തിൻ്റെയും കണ്ണീരായിരുന്നു. സുധി രേണുവിൻ്റെ അടുത്തേക്ക് ചെന്നു. നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേടി പുല്ലേ. ആദിയുമായുള്ള നിന്റെ ബന്ധം ഒളിപ്പിച്ചു വെക്കാൻ നീ എന്നെ കരുവാക്കി. രേണു സുധിയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ചതി നീയാണ് തുടങ്ങിയത് സുധി. എൻ്റെ അനീതിയുമായി ചേർന്ന് നീ എന്നെ വഞ്ചിച്ചപ്പോൾ ദൈവം നിനക്ക് നൽകിയ ശിക്ഷയാണിത്. എൻ്റെ കുഞ്ഞിന് നിൻ്റെ ബ്ലഡ് വേണ്ട എന്ന് ദൈവം തന്നെ തീരുമാനിച്ചു. ഇനി നിനക്കോ നിൻ്റെ ഈ നിഴലിനോ എൻ്റെയും മകൻ്റെയും ജീവിതത്തിൽ സ്ഥാനമുണ്ടായിരിക്കില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ നിലയ്ക്കാതെ ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ അത് പഴയതുപോലെ സങ്കടത്തിൻ്റേതായിരുന്നില്ല, മറിച്ച് ഒരു വലിയ ആശ്വാസത്തിൻ്റേതും തിരിച്ചറിവിൻ്റെയും കണ്ണുനീരായിരുന്നു. താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവർ തന്നെ തന്നെ ചതിച്ചപ്പോൾ താൻ അകറ്റി നിർത്തിയവൻ തന്നെ തൻ്റെ കുഞ്ഞിന് ജീവൻ നൽകുന്നു. സുധി വീണ്ടും രേണുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ മുഖത്ത് ക്രോധവും അപമാനവും കലർന്നിരുന്നു. നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? ആദിയുമായുള്ള നിന്റെ പഴയ ബന്ധം ഒളിപ്പിച്ചു വെക്കാൻ നീ എന്നെ കരുവാക്കി. എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കെടുത്തി. എൻ്റെ ബ്ലഡ് സ്വീകരിക്കാത്ത കുഞ്ഞ് അവൻ്റെ ബ്ലഡ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കുഞ്ഞ് അവൻ്റെ തന്നെ ആയിരിക്കും. രേണു സാവധാനം എഴുന്നേറ്റു. അവൾ കണ്ണുനീർ തുടച്ചു. അവളുടെ നോട്ടത്തിൽ സുധി മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു തീക്ഷ്ണതയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ സുധി നിനക്ക്? നിന്റെ ഉള്ളിലെ ആ അഴുക്ക് അവൻ്റെ പരിശുദ്ധമായ ശരീരത്തിൽ കലരാതിരിക്കാൻ വേണ്ടിയാണ്. സ്നേഹമില്ലാത്ത ഒരാളുടെ രക്തം സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് ദൈവത്തിന് പോലും തോന്നിക്കാണും. അവരുടെ തർക്കത്തിൽ രേഖ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും രേണു അവളെ തടഞ്ഞു. ഇനി നിനക്കോ നിൻ്റെ ഈ നിഴലിനോ എൻ്റെയും മകൻ്റെയും ജീവിതത്തിൽ സ്ഥാനമില്ല. ആദി ആരാണെന്ന് എനിക്കറിയാം.
അവൻ നൽകുന്ന ഈ കടം വീട്ടാൻ എനിക്ക് കഴിയില്ല. പക്ഷേ നീ വെറും ശൂന്യതയാണ് സുധി. ആശുപത്രിയിലെ നേഴ്സ് പുറത്തേക്ക് വന്ന് കുഞ്ഞ് അപകടനില തരണം ചെയ്തു എന്നറിയിച്ചു. ആ വാർത്ത കേട്ടതും രേണു മുട്ടുകുത്തിയിരുന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. സുധിയും രേഖയും അവിടെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. ആദിയുടെ രക്തം മകൻ്റെ സിരകളിൽ പടരുമ്പോൾ രേണുവിൻ്റെ ജീവിതത്തിൽ പുതിയൊരു പ്രഭാതം വിരിയുകയായിരുന്നു. താൻ ഇതുവരെ ജീവിച്ചത് ഒരു നുണയിലാണെന്നും സത്യം മനോഹരമായ മറ്റൊന്നാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. ICUവിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ രേണു അവൻ്റെ മുന്നിൽ ചെന്നു നിന്നു. വാക്കുകൾ കിട്ടാതെ അവൻ വിതുമ്പി. ആദി അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. സാരമില്ല ലേലു, അവൻ സുഖമായിരിക്കും. അവൻ എൻ്റെയും കൂടി മകനാണല്ലോ. ആദി പകുതിക്ക് വെച്ച് നിർത്തി. ആ വാചകത്തിലെ അർത്ഥം രേണുവിന് മനസ്സിലായില്ലെങ്കിലും ആദിയുടെ കണ്ണുകളിലെ തിളക്കം അവൾക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി. രക്തം നൽകിയതിൻ്റെ ചെറിയൊരു തളർച്ച അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. എങ്കിലും കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം പ്രകടമായിരുന്നു. രേണു ഓടിച്ചെന്ന് അവൻ്റെ കൈകളിൽ പിടിച്ചു. ആദി, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ ചോദിച്ചു. ആദി അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം അവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. ഇല്ല രേണു, ഡോക്ടർ പറഞ്ഞു ശരീരം രക്തം സ്വീകരിക്കുന്നുണ്ടെന്ന്. അവൻ പൊരുതുകയാണ്. നമ്മുടെ അച്ചുമോൻ മിടുക്കനല്ലേ? നമ്മുടെ അച്ചുമോൻ എന്ന ആ വാക്ക് കേട്ടപ്പോൾ രേണുവിൻ്റെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു. സുധി ഒരിക്കലും ആ കുഞ്ഞിനെ അത്രമേൽ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്നില്ല. അവൻ്റെ അഹങ്കാരവും രേഖയുമായുള്ള ബന്ധവുമായിരുന്നു വലുത്. എന്നാൽ ആദി യാതൊരു ബന്ധമില്ലാതിരുന്നിട്ടും സ്വന്തം ജീവൻ നൽകാൻ പോലും തയ്യാറായി നിൽക്കുന്നു. പെട്ടെന്ന് ICUവിൻ്റെ വാതിൽ പെട്ടെന്ന് തുറന്നു. ഡോക്ടർ പുറത്തേക്ക് വന്നു. മുഖത്ത് വലിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അത്ഭുതം തന്നെ, കുഞ്ഞിൻ്റെ പൾസ് നോർമലായി വരുന്നുണ്ട്. ബോധം തിരിച്ചു കിട്ടി തുടങ്ങി. ആദിയുടെ ബ്ലഡ് ഗ്രൂപ്പിലെ ചില ഘടകങ്ങൾ കുഞ്ഞിൻ്റെ പ്രതിരോധശേഷിയെ പെട്ടെന്ന് ഉണർത്തിയിട്ടുണ്ട്. ഇത് മെഡിക്കൽ സയൻസിൽ തന്നെ അപൂർവമായ ഒന്നാണ്. നിങ്ങൾക്കിപ്പോൾ അവനെ ഒന്ന് കാണാം, പക്ഷേ ദൂരെ നിന്ന് മാത്രം. രേണുവും ആദിയും ഗ്ലാസ് വിൻഡോയിലൂടെ അകത്തേക്ക് നോക്കി. ചെറിയ മെഷീനുകൾക്കിടയിൽ വെളുത്ത വിരിപ്പിൽ കിടക്കുന്ന ആ പിഞ്ചു കുഞ്ഞ് പതിയെ കണ്ണുകൾ തുറന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അവൻ്റെ നോട്ടം നേരെ ചെന്ന് നിന്നത് ആദിയുടെ മുഖത്തായിരുന്നു. വേദനകൾക്കിടയിലും ആ കുഞ്ഞിൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞോ എന്ന് രേണു സംശയിച്ചു. അവൻ തൻ്റെ കുഞ്ഞു കൈകൾ ഉയർത്തി ആദിയെ വിളിക്കുന്നത് പോലെ തോന്നി. നോക്കൂ ആദി, അവൻ നിന്നെ നോക്കി ചിരിക്കുകയാണ്. രേണുവിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൻ എന്നെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് രേണു. ഈ രക്തബന്ധം വെറുമൊരു ശാസ്ത്രമല്ല, അത് ആത്മാക്കൾ തമ്മിലുള്ള കണക്ഷനാണ്. ആദി ഗദ്ഗതത്തോടെ പറഞ്ഞു. ഈ കാഴ്ച ദൂരെ നിന്ന് കണ്ടു നിന്ന സുധിയുടെ ഉള്ളിൽ പകയും അസൂയയും ഇരട്ടിച്ചു. തൻ്റെ സ്വന്തം മകനെന്ന് താൻ കരുതിയ കുഞ്ഞ് തന്നേക്കാൾ കൂടുതൽ ആദിയുമായി അടുക്കുന്നത് അവന് സഹിക്കാനായില്ല. രേഖ അവൻ്റെ കാതിൽ വിഷം നിറച്ചുകൊണ്ടേയിരുന്നു. കണ്ടില്ലേ സുധിയേട്ട, ആ കുഞ്ഞിന് പോലും അറിയാം അവൻ്റെ അച്ഛനാരാണെന്ന്. നമ്മളെ ഇവിടെ ആർക്കും വേണ്ട, നമുക്ക് പോകാം. സുധി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും നടന്നു നീങ്ങി. പക്ഷേ അവൻ്റെ നോട്ടത്തിൽ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അന്ന് രാത്രി ആശുപത്രി വാർഡിൽ അച്ചുമോൻ അരികെയിരിക്കുമ്പോൾ രേണു ഒരു കാര്യം ഉറപ്പിച്ചു. തൻ്റെ മകൻ്റെ ജീവൻ ആദിയെ താനിനി ഒരിക്കലും മാറ്റി നിർത്തുകയില്ല. സുധിയുമായുള്ള ബന്ധം വെറും ചതിയുടെയായിരുന്നു. യഥാർത്ഥ സംരക്ഷണം ആദിയുടേതാണെന്നും അവൾ മനസ്സിലാക്കി. അച്ചുമോൻ ഉറക്കത്തിൽ അച്ഛ എന്ന് വിളിച്ചു. രേണു ഞെട്ടി നോക്കിയപ്പോൾ അച്ചുമോൻ്റെ കൈകൾ തിരിയുന്നത് ആദിയെ ആയിരുന്നു. മറിച്ച് അരികിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ആദിയെയും കാണാമായിരുന്നു. ആ കാഴ്ച കണ്ട രേണുവിന് ഒരു കാര്യം മനസ്സിലായി. വിധിയുടെ നിഗൂഢമായ വഴികളിലൂടെ ദൈവം ആദിയെയും കുഞ്ഞിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇനി ആർക്കും ആ ബന്ധം തകർക്കാൻ കഴിയില്ല. പക്ഷേ കാർ പാർക്കിംഗ് ഏരിയയിൽ ഇരുട്ടിൽ മറഞ്ഞു നിന്ന് സുധി ആരോടൊക്കെയോ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ടായിരുന്നു. സുധിയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കിയേ തീരൂ എന്നൊക്കെ പറയുന്നു. ആശുപത്രിയുടെ പുറത്ത് സുധിയുടെ നീക്കങ്ങൾ ആദിക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നിയിരുന്നു. തൻ്റെ സിരകളിലെ രക്തം ആ കുഞ്ഞിലേക്ക് പകർന്നു നൽകിയ നിമിഷം മുതൽ താനും ആ കുഞ്ഞും തമ്മിൽ എന്തോ ഒരു ബന്ധം ജനിച്ചിരിക്കുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു.
പെട്ടെന്ന് ഐസിയുവിന് പുറത്തെ ഇടനാഴിയിൽ ശ്രുതിയുടെ ശബ്ദം കേട്ടു. അവൻ ആരോടോ തർക്കിക്കുകയാണ്. എനിക്കെൻ്റെ മകനെ കാണണം. നിങ്ങൾക്കെന്നെ തടയാൻ അധികാരമില്ല. ശ്രുതി നേഴ്സിനോട് ആക്രോശിച്ചു. ശബ്ദം കേട്ട് രേണു ഓടിയെത്തി. ശ്രുതി, നീ എന്തിനാ ഇവിടെ വീണ്ടും പ്രശ്നമുണ്ടാക്കുന്നത്? ഡോക്ടർ പറഞ്ഞത് നീ കേട്ടില്ലേ? കുഞ്ഞിന് വിശ്രമം വേണമെന്ന്. ശ്രുതി പരിഹാസത്തോടെ ചിരിച്ചു. നിന്റെ ഈ അഭിനയം കൊള്ളാം രേണു. പക്ഷേ നീ ഓർത്തോ, അവൻ എൻ്റെ മകനാണ്. ശ്രുതി ദേഷ്യത്തോടെ നടന്നു. പോകുന്ന വഴിയിൽ അവൻ ആദിയെ രൂക്ഷമായൊന്ന് നോക്കി. ആ നോട്ടത്തിൽ മരണത്തിൻ്റെ തണുപ്പുണ്ടായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞു. ആശുപത്രിയിലെ തിരക്കുകൾ ഒഴിഞ്ഞു. രേണു തളർന്നു ബെഞ്ചിൽ കിടന്നുറങ്ങി. ആദി ഉണർന്നിരുന്നു. പെട്ടെന്ന് ആശുപത്രിയുടെ പിൻഭാഗത്തെ ഗേറ്റ് വഴി 2 അപരിചിതർ ഉള്ളിലേക്ക് കടക്കുന്നത് അവൻ കണ്ടു. അവരുടെ വേഷവും ഭാവവും സാധാരണക്കാരെ പോലെ ആയിരുന്നില്ല. അവർ നേരെ നടന്നത് അച്ചുമോൻ കിടക്കുന്ന ഐസിയുവിൻ്റെ റൂമിലേക്കായിരുന്നു. ഒരാളുടെ കയ്യിൽ ചെറിയ ഒരു സിറിഞ്ച് ഉണ്ടായിരുന്നു. ആദി ഇത് കണ്ടു. ആദിക്ക് കാര്യം മനസ്സിലായി. ശ്രുതി, അവൻ പറഞ്ഞത് വെറുമൊരു ഭീഷണിയായിരുന്നില്ല എന്ന് ആദിക്ക് മനസ്സിലാകുകയാണ്. അവർ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആദി ഇടിമുഴക്കം പോലെ ചോദിച്ചു, ആരാണ് നിങ്ങൾ? അവർ ഞെട്ടി തിരിഞ്ഞു നോക്കി. മര്യാദയ്ക്ക് മാറി നിന്നോടാ. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇവിടുന്ന് ഓടിക്കോ. അതിലുള്ള ആദിയുടെ നേരെ തിരിഞ്ഞു. കത്തിയെടുത്തു വീശി. പക്ഷെ ആദി കുലുങ്ങിയില്ല. ആദി അവരെ ചെറുത്തു നിന്നു. കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ആദി മാക്സിമം ട്രൈ ചെയ്തു. തൻ്റെ ശരീരത്തിലെ തളർച്ചയൊക്കെ എവിടെയോ മറഞ്ഞുപോയി. തൻ്റെ രക്തമൊഴുകുന്ന ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഒരു കടുവയെപ്പോലെ അവൻ ആഞ്ഞടിച്ചു. എന്നിട്ട് ആദി അവരോടായി പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം ബാക്കി നിൽക്കുന്നിടത്തോളം നേരം നിങ്ങൾക്ക് ആ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനർത്ഥം ആദിയെ കൊന്നാലേ ആ കൊച്ചിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നായിരുന്നു. അടുത്ത നിമിഷം തന്നെ അവിടെ വലിയൊരു പോരാട്ടം നടന്നു. ആദി തൻ്റെ സർവ്വശക്തിയുമെടുത്ത് അവരെ നേരിട്ടു. പിന്നീട് അവിടെ നടന്നത് ഒരു വലിയ പോരാട്ടമായിരുന്നു. ഒരു ജീവൻ മരണ പോരാട്ടം. ആ ശബ്ദം കേട്ട് രേണു ഉറക്കത്തിൽ നിന്നും ഞെട്ടിയെഴുന്നേറ്റു. കൂട്ടത്തിലുള്ള ആദിയുടെ തോളിനിട്ട് കത്തി വീശി. ആദിയുടെ തോള് മുറിഞ്ഞ് ചോര ഒഴുകാൻ തുടങ്ങി. ശബ്ദം കേട്ട് അപ്പോഴേക്കും ആശുപത്രി ജീവനക്കാരും സെക്യൂരിറ്റിയുമൊക്കെ എത്തി. എല്ലാവരും ഓടിയെത്തിയപ്പോഴേക്കും ആദി അവരെയൊക്കെ അടിച്ച് നിലത്തിട്ടിരുന്നു. ഗുണ്ടകളിൽ ഒരാളുടെ ഫോൺ തെറിച്ച് താഴെ വീണു. അതിൽ മിസ്ഡ് കോളിൽ ആദിയുടെ പേര്. നോക്കിയപ്പോൾ അതിൽ ശ്രുതി എന്ന പേര് തെളിഞ്ഞു നിന്നിരുന്നു. സ്വന്തം മകനെ കൊല്ലാൻ വേണ്ടി ഗുണ്ടകളെ വിട്ട ശ്രുതിയുടെ നേരെ രേണു നല്ലത് പറഞ്ഞു. ശേഷം അവൾ ആദിയുടെ നേരെ അടുത്തു. ആദി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, പേടിക്കണ്ട രേണു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശ്രുതി, അവൻ്റെ പരിധി ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം പുറത്ത് കാറിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ശ്രുതി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങി. തുടരും. ഈ സ്റ്റോറി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.